നമ്മുടെ SSLC CA എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും അതേപോലെ അതിന്റെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ അത് കണ്ടോളാം. നിങ്ങൾക്ക് ഇതാ 19-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ 10-ാം തീയതി മുതൽ 17-ാം തീയതി വരെയാണ് എക്സാം. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളാണ് ഓരോ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-ാം തീയതി രാവിലെ 9:30 മുതൽ 11:15 വരെ നിങ്ങളുടെ ലാംഗ്വേജ് ആണ്, ഫസ്റ്റ് ലാംഗ്വേജിന്റെ എക്സാം ആണ്. ഇനി ഉച്ചയ്ക്ക് ശേഷം 1:45 മുതൽ 3:30 വരെ നിങ്ങൾക്ക് ഊർജ്ജതന്ത്രം ഫിസിക്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഇനി 11-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9:30 to 12:15 വരെ നിങ്ങൾക്ക് ഏതാണ്, മാത്സ് ആണ് സബ്ജക്ട് വരുന്നത്. ഉച്ചയ്ക്ക് ശേഷം 1:45 മുതൽ 3:30 വരെ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആണ് എക്സാം വരുന്നത്. ഇനി 12-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 to 12:15 നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ എക്സാം ആണ്. ഇനി 15-ാം തീയതി തിങ്കളാഴ്ച, അന്ന് കെമിസ്ട്രി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി 15-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ 12:15 വരെ ഇംഗ്ലീഷ്, ഉച്ചയ്ക്ക് ശേഷം 1:45 തൊട്ട് 3:30 വരെ ബയോളജിയാണ്. ഇനി 16-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ സോഷ്യൽ, ഉച്ചയ്ക്ക് ശേഷം ഹിന്ദി, അതേപോലെ 17-ാം തീയതി നിങ്ങൾക്ക് IT ആണ് വരുന്നത്. ഈ രീതിയിലാണ് നിങ്ങളുടെ ടൈം ടേബിൾ. അപ്പോൾ 10-ാം തീയതി അടുപ്പിച്ചാണ് എക്സാം വരുന്നത്. അപ്പോൾ നല്ല രീതിക്ക് മക്കൾ എന്ത് ചെയ്തോളാം, പ്രിപ്പയർ ചെയ്തോളാം. ഇനിയിപ്പോൾ റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ നിങ്ങളുടെ മാർക്ക് ഇംപ്രൂവ് ആവുകയാണെങ്കിൽ ഇത് നിങ്ങളെ ബാധിക്കില്ല, ഈ ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ആ ഒരു മാർക്സ് തന്നെ എടുക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനും മറ്റു നിർദ്ദേശങ്ങൾക്കൊക്കെ ഈ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് സന്ദർശിച്ചാൽ മതി. ഈ രീതിയിലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവുക. അതെന്ത് ചെയ്യുക മക്കളെ, ഡൗൺലോഡ് ചെയ്യുക, ഫില്ല് ചെയ്യുക. കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ റിസൾട്ടിന്റെ കോപ്പിയും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് പ്രിൻസിപ്പൽ ഡേയിൽ അപേക്ഷ സമർപ്പിക്കുക. ഒട്ടും വൈകണ്ട, ടൈം ടേബിൾ വെച്ചിട്ട് കൃത്യമായിട്ട് പഠിച്ചോ മക്കളെ. നിങ്ങൾക്ക് എവിടെയാണോ മാർക്ക് കുറഞ്ഞത് അതെന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് കുറച്ച് ദിവസം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വേഗം തന്നെ ഈ ഒരു എക്സാം എഴുതാനുള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളാം.